പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നമുക്ക് എല്ലാവർക്കും വർദ്ധിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് ഒരു പ്രത്യേക വിഷയമാണ്. അതായത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പല ഉപമകളിൽ കൂടിയാണ് കർത്താവ് അവരോട് സംസാരിച്ചത്. അതുപോലെ നമ്മളിപ്പോൾ ഒരു ഉപമയിൽ കൂടി നമ്മളൊരു വിഷയം മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ വീട് വെച്ച് താമസിക്കുന്നവരാണ്. അപ്പോൾ നമുക്കൊരു വീട് വെക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. ആ വീട് വെക്കണമെന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ കയ്യിൽ എത്ര തുകയുണ്ടെന്നും ആ തുക കൊണ്ട് നമുക്കൊരു വീട് വെക്കാൻ സാധിക്കുമോ എന്ന് നമ്മൾ നോക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള തുക കൊണ്ട് വീട് വെക്കാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മളൊരു ലോൺ കൂടെ എടുക്കുന്നു. അപ്പോൾ ആ ലോണിൻ്റെ തുകയും നമ്മുടെ കയ്യിലുള്ള തുകയും വെച്ച് നമ്മൾ എത്ര എമൗണ്ട് ഉണ്ട്, ആ എമൗണ്ട് കൊണ്ട് നമുക്കൊരു വീട് പണിയാൻ പറ്റുമോ? അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുന്നു? നമ്മൾ അടുത്ത ഒരു എൻജിനീയറെ നമ്മൾ വിളിക്കുന്നു. അപ്പോൾ എൻജിനീയറെ കൊണ്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള തുക ഇത്ര ലക്ഷം രൂപ കൊണ്ട് നമുക്കൊരു വീട് പണിയണം. അപ്പോൾ അതിന് നമുക്കൊരു പ്ലാൻ വേണമെന്ന് പറയും. അദ്ദേഹം അത് കണക്കൂട്ടി അതിൻ്റെ ഒരു പ്ലാൻ വരച്ചു അതിൻ്റെ എസ്റ്റിമേറ്റ് നമ്മുടെ തരുന്നു. അപ്പോൾ നമ്മളത് സ്വീകരിക്കുന്നു. നമ്മൾ ആദ്യമായിട്ട് ഒരു ലോഡ് മെറ്റലെടുക്കുന്നു, എംസാൻഡ് എടുക്കുന്നു, ചരലെടുക്കുന്നു, കമ്പി എടുക്കുന്നു, സിമൻ്റ് എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇതെല്ലാം സാധനങ്ങളെല്ലാം വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പ്ലാൻ അനുസരിച്ച് നമ്മളൊരു വാനം വെട്ടുന്നു, ഫൗണ്ടേഷനുള്ള വാനം വെട്ടുന്നു. അപ്പോൾ ഫൗണ്ടേഷനുള്ള വാനം നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുന്നത് എന്തായിരിക്കും? നമ്മൾ 1.5 ഇഞ്ച് മെറ്റിലോട് സീസ് ചെയ്യും. ആ 1.5 ഇഞ്ച് മെറ്റിലോട് സീസ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കരിങ്കല്ലോ ചെങ്കല്ലോ വെച്ച് നമ്മൾ ഫൗണ്ടേഷൻ കെട്ടുന്നു. ഫൗണ്ടേഷൻ കെട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഫൗണ്ടേഷൻ്റെ പുറത്ത് നമ്മളൊരു ബെൽറ്റ് വാർക്കും. അപ്പോൾ ബെൽറ്റ് വാർക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ബെൽറ്റ് വാർക്കണമെങ്കിൽ നമുക്ക് പലക വേണം. നമ്മൾ പലക എടുക്കും. അപ്പോൾ ചരലും മെറ്റിലും 1.5 ഇഞ്ച് മെറ്റിൽ വന്നു, ചരൽ വന്നു, അതുപോലെ സിമൻറ്റ് വന്നു, അതുപോലെ തന്നെ കമ്പി വന്നു, പിന്നെ കെട്ടാനുള്ള കട്ടവും. അപ്പോൾ ആ ബെൽറ്റ് വാർത്തതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? മണ്ണ് നിറക്കുന്നു. ഫൗണ്ടേഷനകത്ത് മണ്ണ് നിറച്ച് അതിന് ശേഷം നമ്മൾ കട്ടളയും ജനലും പണിത് അത് വെച്ചു അടുത്ത കട്ട വെച്ച് കെട്ടി മുകളിൽ പോകും. ഇതിന് പൊക്കം വരുമ്പോൾ എന്ത് പറയുന്നു? അവിടെ നമുക്കൊരു ബെൽറ്റ് വേണം. ലിൻ്റെ പൊക്കത്തിലുള്ള ബെൽറ്റ് വാർത്ത് അതിനുള്ള ചില മുറികളൊക്കെയുള്ള ബെർത്ത് സ്രാവം വാർത്ത് നമ്മൾ അതിൻ്റെ ശേഷം കുറച്ച് കട്ടകളൊക്കെ കെട്ടി ഏതായാലും വാർക്കാനുള്ള ടോപ്പിൻ്റെ പൊക്കം തീർത്തതിന് ശേഷം നമ്മൾ തട്ടടിക്കാൻ പോകും. തട്ടടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പലക വേണം, മുട്ട് വേണം. മുട്ടും പലകയും വന്നു. മറ്റ് എല്ലാ സാമഗ്രികളും നമുക്കുണ്ട്. എന്തൊക്കെയുണ്ട്? മെറ്റിലുണ്ട്, ചരലുണ്ട്, എംസാനുണ്ട്, സിമൻറ്റുണ്ട്, കമ്പിയുണ്ട്. ഇതെല്ലാം നമുക്കുണ്ട്. അങ്ങനെ നമ്മൾ ഇതെല്ലാം വെച്ച് വാർത്തതിന് ശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മളതിന് പരിക്കനിടുന്നു. പരിക്കനിട്ടതിന് ശേഷം നമ്മൾ തേക്കുന്നു. തേച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ കൂടെ താഴെയുള്ള നമ്മൾ തിണ്ണയിടുന്നു. തിണ്ണയിട്ടതിന് ശേഷം നമ്മളതിന് ടൈൽ വെക്കുന്നു. ടൈലിട്ടതിന് ശേഷം നമ്മളിത് വൈറ്റ് വാഷ് ചെയ്യുന്നു. നമ്മൾ പെയിൻറ്റ് ചെയ്ത് നല്ല വീട് നല്ല കുട്ടപ്പനാക്കുന്നു. നമ്മൾ കയറി താമസിക്കും. മഴപ്പെയ്ത്ത് കൊണ്ടും ചവറ് വീണുമൊക്കെ നമ്മുടെ വീടിൻ്റെ ഭംഗി പോകുന്നു. അപ്പോൾ പിന്നെ നമ്മൾക്ക് എന്താ പ്ലാൻ? നമുക്ക് ഓരോ കാര്യങ്ങൾ വരുന്നു. നമ്മൾ ചെറിയ അടിയന്തരങ്ങൾ വരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ ഈ വീട് ഒന്ന് കറുത്ത് കരിപോലെ ആയിപ്പോയി, അതുകൊണ്ട് നമുക്ക് വെളുപ്പിക്കണം. അതിനെന്ത് ചെയ്യണം? പെയിൻറ്റ് ചെയ്യണം. പിന്നെ പെയിൻറ്റ് ചെയ്യണമുള്ള ഒരു താല്പര്യമാണ്. 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് 3 വർഷം കഴിയുമ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ നമ്മുടെ വീട് പുതിയ വീടായി മാറിക്കൊണ്ടിരിക്കും. 3 വർഷം കൂടുമ്പോൾ നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തേ നമ്മുടെ വീട് എപ്പോഴും പുത്തൻ വീട് പോലെ. ഈ സമയത്ത് നമ്മൾ ആരെങ്കിലും നമ്മൾ ഏറ്റവും അടിയിലിട്ടിരിക്കുന്ന 1.5 ഇഞ്ച് മെറ്റിലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ പുറത്ത് നമ്മൾ പണിതിരിക്കുന്ന ഫൗണ്ടേഷൻ്റെ കല്ല് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ പുറത്ത് വാർത്തിരിക്കുന്ന കമ്പിയെക്കുറിച്ചോ
ആ ചരലിനെ കുറിച്ചോ ആ മെറ്റീരിയലിനെ കുറിച്ചോ ആ എംസാലിനെ കുറിച്ചോ ആ സിമെന്റിനെ കുറിച്ചോ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ നമ്മളൊന്നും ഇനി ടോപ്പ് വാർത്ത ദിവസം നമ്മൾ തട്ടുമുട്ടിനുള്ള പലകയും മുട്ടുമൊക്കെ കൊണ്ടുവന്നല്ലോ, അതിനെപ്പറ്റി നമ്മൾ ഓർക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ വാർത്തയ്ക്ക് ശേഷം 14 ദിവസം കഴിഞ്ഞ് തട്ടുപൊളിച്ചപ്പോഴത്തേക്ക് ആ സാധനം അവിടെ നിന്ന് പോയി. പിന്നെ അവിടെ ഒന്നുമില്ല. അതിനെക്കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇതൊരു ഉദാഹരണമാണ്. പിന്നെ നമ്മുടെ ചിന്ത എന്താണ്? നമ്മുടെ ചിന്ത ഈ വീട് എപ്പോഴും പുതുതായിട്ടിരിക്കണം, നമ്മുടെ വീട് ഭംഗിയായിരിക്കണം. നമ്മുടെ വീട്ടിലുള്ള മക്കളോടും ഭാര്യയോടും നമ്മൾ പറയുന്നു എപ്പോഴും തുടച്ചിടണം, തുടച്ചിടണം, ഒരു പൊടി പോലും കാണാൻ പാടില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ പുതിയ വീട് പോലെ ഇരിക്കണം. അതിന് 2-3 വർഷങ്ങൾ കൂടുമ്പോഴത്തേക്ക് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടിരിക്കണം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ വീട് പുതിയ. ഇതൊരു ഉദാഹരണമാണ്. ഇത് തന്നെയാണ് നമ്മുടെ സഭയുടെ ഉപദേശം. ഇങ്ങനെയാണ്. ഉൽപ്പത്തി മുതൽ മലാക്കി പ്രവചന കാലം വരെയുള്ള കാലങ്ങൾ എന്തായിരുന്നു? ഒരു പുതിയ നിയമത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളായി. അപ്പോൾ പുതിയ നിയമം നേരത്തെ ഇല്ലേ? ഉണ്ട്. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നതാണ്, അനാദി കാലങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്ന മർമ്മം, ക്രിസ്തുവെന്ന ദൈവമർമ്മം, അതിപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ. അപ്പോൾ ഇത് നേരത്തെ ഉണ്ട്. ഈ പുതിയ നിയമത്തിൻ്റെ ഉടമ്പടി ദൈവത്തിൻ്റെ ഹൃദയത്തിൽ പണ്ടേ ഉണ്ട്. പക്ഷെ അതിനൊരു കാലസമ്പൂർണത വരണമായിരുന്നു. ആ കാലസമ്പൂർണത വരുന്നത് വരെയും ദൈവം കൊടുത്ത നിയമങ്ങൾ. എബ്രായ ലേഖനക്കാരൻ പറയുന്നത് ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും. പൗലോസ് തന്നെ പറയുന്നുണ്ട്, പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്, ജഡിക നിയമങ്ങൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത് വ്യക്തമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. കാരണം ഇന്ന് നമ്മുടെ പെന്തക്കോസ്ത് ഗോളമെന്ന് പറയുന്ന, അല്ലെങ്കിൽ സഭയെന്ന് പറയുന്ന പെന്തക്കോസ്ത് ഗോളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണ്? ഈ പണ്ടത്തെ ചരിത്രം പഠിക്കുകയാണ് ഇന്നുകൊണ്ട്. ഇന്ന് ഇസ്രായേലിന് കൊടുത്ത ന്യായപ്രമാണവും പണ്ടേ ഉണ്ടായിരുന്ന ചരിത്രങ്ങൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ നമുക്ക് സ്വർഗരാജ്യത്തിൽ പോകാനായിട്ട് ഒരുങ്ങുവാനുള്ള, വിശുദ്ധിയിലും വേർപാടിലും വരുവാനുള്ള ഒരു ഉപദേശമോ അതിനെക്കുറിച്ചുള്ള ഒരു ചിന്തകളോ, തേജസ് പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ആ ചിന്തകളൊന്നും ആരും ഭരിക്കുന്നില്ല. ഇന്ന് മുഴുവനും നമ്മൾ കാണുന്നത് എന്തിനാ പറയുക, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നത് 6 വയസ്സുകാരനെയും 10 വയസ്സുകാരനെയും ഒക്കെ സൺഡേ സ്കൂളിൽ പോലും പഠിപ്പിക്കുന്നത് പഴയ നിയമങ്ങളാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു വ്യക്തി പുതിയതാകണം? എങ്ങനെയാണ്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞു പോയെന്ന് പറയുന്നു. ഇത് ബൈബിളാണ് പറയുന്നത്, വചനമാണ് പറയുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞു പോയി. അപ്പൊ ഇന്നും പുതിയ സൃഷ്ടിയാകാനുള്ള വ്യക്തികൾ പഴയ നിയമങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ നിയമത്തിൽ ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തുനിന്നൊരു പ്രസംഗം സൃഷ്ടിക്കാമോ എന്ന് വെച്ച് പാസ്റ്റർമാരും അത് വായിച്ച് രസിക്കുന്ന വിശ്വാസികളും. പക്ഷെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളോ അപ്പോസ്തലന്മാർ പറഞ്ഞ കാര്യങ്ങളോ നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, അത് തള്ളിക്കളയുന്നു. പ്രിയപ്പെട്ടവർ, നമ്മളൊന്ന് മനസ്സിലാക്കണം. കാരണം പിതാവായ ദൈവത്തിന് നമ്മളോട് വലിയ ആശയുണ്ടായിരുന്നു. ഇത് പിതാവായ ദൈവം ആദ്യം മുതൽ കൊടുത്തത് നമ്മൾ ഓർക്കുക. എന്തിനാണ് അത് കൊടുത്തത്? അത് കൊടുത്തത് എന്തിനായിരുന്നു? ഒരു കാലസമ്പൂർണത വരണം. അതുവരെ ആ നിയമങ്ങളൊക്കെ നിലനിന്നവരൊക്കെ രക്ഷപ്പെടും, കുഴപ്പമില്ല, ആരും രക്ഷപ്പെടാതിരിക്കില്ല. പുതിയ നിയമം വരുന്നപ്പോൾ മരിച്ചു പോയവരാരെങ്കിലും ആ പഴയ നിയമത്തെ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം രക്ഷപ്പെടും. പക്ഷേ നമ്മൾ ആ പഴയ നിയമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം കിട്ടും? നമ്മൾ രക്ഷപ്പെടത്തില്ല. പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ പറയുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു പോയി. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലാകണ്ടേ? മത്തായി സുവിശേഷം മുതൽ 4 സുവിശേഷം വരെ, യോഹന്നാൻ്റെ സുവിശേഷം വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ ഈ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെടാനുള്ള സുവിശേഷങ്ങളാണ്. ആ രക്ഷിക്കപ്പെട്ട നമ്മളെ സ്നാനപ്പെടുത്തിക്കഴിഞ്ഞ് പഠിപ്പിക്കേണ്ടത് റോമാലേഖനം പോലുള്ള ലേഖനങ്ങളാണ്.
ഇന്ന് വ്യക്തമായ വെളിപ്പാടില്ലാത്ത ജനങ്ങൾ അല്ലെങ്കിൽ വ്യക്തമായിട്ട് വെളിപ്പാടില്ലാത്ത പാസ്റ്റർമാർ പഠിപ്പിക്കുന്നത് എന്താണ്? സ്നാനപ്പെടുന്നതിന് മുമ്പ് റോമാലേഖനം 6-ാം അധ്യായം പഠിപ്പിക്കും. അത് പഠിപ്പിക്കുന്നത് തെറ്റാണ്. അവിടെ ആ ഭാഗം വായിച്ചു നോക്കുമ്പോൾ അറിയാം. റോമാലേഖനം 6-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ അറിയാം ആരോടാണ് ഇത് പറയാനുള്ളത്, ആരെയാണ് ഇത് പഠിപ്പിക്കാനുള്ളതെന്ന് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഇന്നത്തെ പാസ്റ്റർമാർ അതല്ല ചെയ്യുന്നത്. സ്നാനപ്പെടുന്നതിന് മുമ്പ് തന്നെ അവർ റോമാലേഖനം 6-ാം അധ്യായം പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, അത് തെറ്റല്ലേ? അത് തെറ്റാണ്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്ത. കാരണം എന്തുകൊണ്ടാണ്? കർത്താവ് പറഞ്ഞതുപോലെയല്ലേ ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളും ചിട്ടരാക്കി പഠിപ്പിക്കണമെന്നല്ലേ? അങ്ങനെ പറഞ്ഞ സ്ഥാനത്ത് നമ്മൾ രക്ഷിക്കപ്പെടാത്തവരെയും സ്ഥാനപ്പെടാത്തവരെയും നമ്മൾ ആ റോമാലേഖനം 6-ാം അധ്യായം പഠിപ്പിച്ചാൽ എങ്ങനെയിരിക്കും? മത്തായി സുവിശേഷം 28-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കൂ. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിക്കണമെന്നാണ്. അപ്പോൾ സ്നാനപ്പെട്ട് സ്നാനക്കുളത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ഒരു വ്യക്തിയെ ആ വ്യക്തിയെ പഠിപ്പിക്കേണ്ടത്, നീ സ്നാനപ്പെട്ടത് എന്തിനായിരുന്നു, എന്തായിരുന്നു സ്നാനം മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കുകയാണ്. ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനം. ആ സ്നാനപ്പെട്ട വ്യക്തി 1-ാമത്തെ വാക്യം 6-ന്റെ 1-ാമത്തെ വാക്യം പറയുന്നത് എന്താണ്? ആകയാൽ നാം എന്തു പറയേണ്ടു? കഴിഞ്ഞ കാലത്ത് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന സംസാരമല്ല നമുക്ക് വേണ്ടത്. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം പറയുന്നു, ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നോ ഒരു നാട് വരുത്. അപ്പോൾ പറയാനുള്ള എന്താണെന്ന് കൂടെ നമ്മൾ പഠിപ്പിക്കണം സ്നാനപ്പെട്ടതിന് ശേഷം. അത് നമ്മൾ പറയാതെ കണ്ട് നമ്മൾ വേറെ സങ്കീർത്തനം പഠിപ്പിച്ചാലോ പഴയ നിയമത്തിൻ്റെ ചരിത്രം പഠിപ്പിച്ചുകൊണ്ടോ ആ വ്യക്തി എങ്ങനെ വളർച്ച ഉണ്ടാവും? ഇന്നത്തെ പാസ്റ്റർമാർ പ്രാർത്ഥിക്കുന്നത് പോലും യഹോവേ എന്ന് വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നൊരു വിഷയമാണല്ലോ. പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും കർത്താവോ അപ്പോസ്തലന്മാരോ യഹോവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അപ്പം യഹോവയായ ദൈവമേ എന്ന് വിളിക്കണത് എന്തിനാണ്? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് പേരുണ്ടോ? നമ്മുടെ ദൈവത്തിന് പേരുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പോൾ ഈ യഹോവ എന്നുള്ളൊരു നാമം എന്തിനായിരുന്നു? ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്നുള്ളതിൻ്റെ മാത്രമേ ഉള്ളൂ. ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ യഹോവ എന്ന നാമത്തിൽ വന്നു. ലോകത്തിലുള്ള മനുഷ്യരെ രക്ഷിക്കുവാനായിട്ട് യേശു എന്ന നാമത്തിൽ വന്നു. ഈ വന്നത് രണ്ടും ആരാണെന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഈ വന്നത് ആരാ? വന്നത് ക്രിസ്തുവല്ലേ? ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവല്ലേ വന്നത്? ആ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ഉൽപ്പത്തി മുതൽ മലാക്കി പ്രവചനം വരെയും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ വന്നിരിക്കുന്നത്. ഞാനീ പറയുന്നതല്ല. തിമോത്തിയസിന് എഴുതിയ ലേഖനം 1 തിമോത്തി 2-ന്റെ 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ തന്നെ. ദൈവം ഒരുവനാണ്, പക്ഷേ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവനേ ഉള്ളൂ. ആ മധ്യസ്ഥൻ ആരാണ്? നമുക്ക് ജീവനെ മറുവിലയായി തന്ന ക്രിസ്തു യേശു തന്നെയാണ്. അപ്പോൾ ക്രിസ്തു തന്നെയാണ് പഴയ നിയമത്തിലും മധ്യസ്ഥനായിട്ടുണ്ടായിരുന്നത്. ആദാമിനെ ഹവ്വയും ഏദൻ തോട്ടത്തിൽ പാർപ്പിക്കാൻ കൊണ്ടുപോകുന്നതും, അതുപോലെ തന്നെ മെമ്രയുടെ തോപ്പിൽ വെച്ച് അബ്രഹാം കണ്ടതും, മോശയ്ക്ക് വെളിപ്പെട്ടതും ഇസ്രായേലത്തിന് വെളിപ്പെട്ടതും ഒക്കെ ആരാണ്? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പോൾ ആരായിരുന്നു? ഇതെല്ലാം ക്രിസ്തുവാണ്. പിതാവായ ദൈവം നമ്മളോടൊപ്പം വസിക്കുവാനായിട്ട്, പിതാവിനോടൊപ്പം നമ്മൾ വസിക്കാനായിട്ട് പിതാവ് സ്വർഗത്തിൽ നിന്ന് വലിയ സന്തോഷത്തോടെ ഇരിക്കുന്നു. സ്തോത്രം. സദൃശവാക്യം 8-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കണം. അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, അവൻ്റെ ഭൂതലത്തിൽ, അതായത് സദൃശവാക്യം 8-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, അവൻ്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചു കൊണ്ടിരുന്നു, എൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരിലൂടെ ആയിരുന്നു. ഈ മനുഷ്യപുത്രന്മാരോടുകൂടി പ്രമോദിക്കുവാൻ പിതാവായ ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, നമുക്ക് വേണ്ടേ? അതിന് നമുക്ക് ഈ കടമ്പ കടക്കണം. നമ്മളൊന്ന് ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നൊരു പ്രമാണമുണ്ട്, ക്രിസ്തുവിൻ്റെ ഉപദേശം.
ആ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ലെന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 12:48 പറയുന്നു, എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്ത നാൾ നിങ്ങളെ ന്യായം വിധിക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ വെറുതെ കാട് കയറി പോവുകയാണ്. നമ്മൾ ഈ ശരിയായ സത്യവും ശരിയായ റൂട്ടും നമുക്ക് തന്നിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലെത്തുന്നില്ല. നമ്മളിവിടെ പഴയ നിയമത്തിലുള്ള ചരിത്രങ്ങളും കഥകളും ഒക്കെ നമ്മൾ വായിച്ച് അത് നമ്മളൊന്ന് സന്തോഷിച്ച് നമുക്കൊന്ന് ചിരിക്കാനും പൊട്ടിച്ചിരിക്കാനും ഒക്കെ ഉള്ള കഥകളൊക്കെ അതിനകത്തുണ്ട്. അതും പറഞ്ഞ് അത് പ്രസംഗിക്കാൻ പാസ്റ്റർമാർക്ക് ഭയങ്കര രസമാണ്. കാരണം വിശുദ്ധിയും വേർപാടൊന്നും വേണ്ട അത് പറയുന്നതിന്. പക്ഷെ പുതിയ നിയമം പറയണമെങ്കിലും പുതിയ നിയമത്തിൽ നിന്ന് പഠിപ്പിക്കണമെങ്കിലും വിശുദ്ധിയും വേർപാടും വേണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലാതെ സാധിക്കത്തില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രമാണമുണ്ട്, നമുക്ക് തന്നിരിക്കുന്ന ഒരു സഭയുണ്ട്, നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്രിസ്തുവാണ്. ആ ക്രിസ്തുവാണ് ശരീരമാകുന്ന സഭയുടെ തല. ക്രിസ്തു തലയായിട്ടിരിക്കുന്ന സഭയാം ശരീരത്തിലെ ഓരോ അവയവങ്ങളുമാകണം നമ്മൾ. അത് വെറുതെ ആകില്ല. ഓരോ അവയവങ്ങളും നമ്മളാകണമെങ്കിൽ നമുക്ക് ഓരോ വ്യക്തികളും നമ്മൾ ആ ക്രിസ്തുവാം ശരീരത്തിലെ ഓരോ അവയവങ്ങളും ആകണമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ആത്മാവ് നമുക്ക് തന്ന് ഓരോ കൃപാവരങ്ങളും നമുക്ക് തന്ന് നമ്മളെ കൃപാവരത്തിൽ കൂടെ നമ്മളെ നയിക്കും. ആ കൃപാവരങ്ങളാണ് ശരീരത്തിലെ അവയവം. അപ്പോസ്തലനുണ്ട്, പ്രവാചകനുണ്ട്, സുവിശേഷകനുണ്ട്, ഇടയനുണ്ട്, ഉപദേഷ്ടാവുണ്ട്, പരിപാലനപരമുണ്ട്, ഭാഷാപരമുണ്ട്, വിവേചനപരമുണ്ട്, അനവധി ഭാഷകളുണ്ട്, ഇങ്ങനെ സഹായം ചെയ്യാനുള്ള വരമുണ്ട്, ഇങ്ങനെ അനവധി വരങ്ങളുണ്ട്. ഈ വരങ്ങൾ ഓരോ വരങ്ങളും നമുക്ക് ഓരോ വരം നമ്മൾ പ്രാപിച്ചിരിക്കണം. നമ്മൾ ഓരോ വരങ്ങൾ പ്രാപിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് യുക്തമായി ചേർന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഓരോ അവയവങ്ങളും യുക്തമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ശരീരത്തിന് വളർച്ച ഉണ്ടാകുന്നത്, സഭ വളരുന്നത്. ഇത് മനസ്സിലാക്കാതെ നമ്മൾ ഈ പഴയ നിയമം കേട്ട് അതിൻ്റെ അകത്തുള്ള സന്തോഷം കേട്ട് ചിരിച്ച് അട്ടഹസിച്ചും കൈകൊട്ടി പാട്ടും പാടി നമ്മളെ പ്രകടിപ്പിച്ച് പോയാൽ നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മൾ അറിയത്തില്ല. കാരണം എന്താണ്? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനമായ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. 2 കൊരിന്ത്യർ 4:1 മുതൽ, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഒട്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ സകല മനുഷ്യരെയും മനസ്സാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇത് തെറ്റിദ്ധരിച്ച് നമ്മൾ കളയരുത്. സഭയ്ക്കെഴുതിയ ലേഖനമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സഭയ്ക്കെഴുതിയ ലേഖനത്തിലാണ് പൗലോസ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സഭയോടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് സഭയാണെന്നും കൂട്ടായ്മയാണെന്നും പിന്നെ പെന്തക്കോസ്ത് സഭയാണെന്നും ഒക്കെ പറയുന്ന പല സംഘടനകളിലും ഈ ഉപദേശമില്ല, ക്രിസ്തുവിൻ്റെ ഉപദേശമില്ല. പഴയ നിയമവും സങ്കീർത്തനമൊക്കെ വായിച്ച് കൈകൊട്ടി പാട്ടും പാടി ബഹളം വെച്ച് പോകുന്നതല്ലാതെ കണ്ട് ഈ ക്രിസ്തുവിൻ്റെ ഉപദേശം ഇന്ന് സഭയിലില്ല. ക്രിസ്തുവിൻ്റെ ഉപദേശം സുവിശേഷത്തിൽ തുടങ്ങി ലേഖനങ്ങളിൽ അവസാനിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം. ആ ക്രിസ്തുവിൻ്റെ ഉപദേശമാണ് നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ട് ഒന്ന് മനസ്സിലാക്കിക്കോ. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഇനിയും വളരെയധികം നിങ്ങളോട് പറവാനുണ്ട്. ആരോടാ പറഞ്ഞ? 12 അപ്പോസ്തലന്മാരോടാണ് കർത്താവ് പറഞ്ഞത്. ഇനിയും വളരെയധികം നിങ്ങളോട് പറവാനുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകലത്തിൽ വഴി നടത്തും. അവൻ വരുമ്പോൾ അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ള നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അപ്പോൾ വരുവാനുള്ളത് അറിയിച്ചു തരുന്നത്, മറന്നുപോയത് ഓർപ്പിക്കുകയും ചെയ്യുന്നതാണ് ആത്മാവ്. കർത്താവ് പറഞ്ഞത് ശിഷ്യന്മാർ മറന്നാൽ ആ ശിഷ്യന്മാർ അത് ഓർപ്പിക്കുകയും ചെയ്യും. വരുവാനുള്ളത്, അതായത് കർത്താവ് പറഞ്ഞു തീർക്കാനുള്ളത് പരിശുദ്ധാത്മാവെന്ന് അവരോട് പറഞ്ഞു.
ആ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇത് അവരുടെ ഹൃദയത്തിലിരുന്നു കൊണ്ടാണ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവ്. അങ്ങനെയാണ് സഭയുടെ ഉപദേശം എന്ന് പറയുന്നത്. അതാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം. അതാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം. അത് പരിശുദ്ധാത്മാവ് വന്നു ഉള്ളിലിരുന്നു കൊണ്ട് അപ്പോസ്തലന്മാർ പറഞ്ഞപ്പോൾ അത് അപ്പോസ്തലന്മാരുടെ ഉപദേശമായിട്ട് മാറി. അതാണ് പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 42-ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുവിൻ്റെ ഉപദേശം ഈ ശരിയായ രീതിയിൽ നമ്മൾ വായിച്ചു പഠിച്ച് ഗ്രഹിച്ച് അനുസരിച്ച് ജീവിച്ച് അത് പറഞ്ഞ് സഭകൾ അത് പഠിപ്പിച്ചെങ്കിൽ മാത്രമേ, സഭകളിൽ പഠിപ്പിച്ചെടുത്തെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വരവിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതൊരു സംഘടനയായിട്ട് മാറി, ഇതൊരു മതമായി മാറി ഇപ്പോഴത്തെ പോക്ക് പോലെ ഇങ്ങോട്ട് പോകും. ആരും ശ്രദ്ധിക്കുന്നില്ല, ആരും ഗ്രഹിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് സഭ പറയുമ്പോൾ കർത്താവായ യേശു പറയുകയാണ്, നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കുക. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും. ഏതാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം? തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ട വെള്ളമെടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ട കണ്ണിലുള്ള ലേപവും എന്നോട് വിലക്ക് വാങ്ങുവാൻ ഞാൻ നിങ്ങളോട് ബുദ്ധി പറയുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാനിതാ വാതിൽക്കന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കത്തായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞു നിർത്തുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പോക്ക് പോയാൽ നമ്മൾ എങ്ങോട്ട് പോകും? സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. സ്വർഗരാജ്യത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ക്രിസ്തു പറഞ്ഞതനുസരിക്കണം. യേശു ക്രിസ്തു പറഞ്ഞതനുസരിക്കണം. യേശു ക്രിസ്തു പറഞ്ഞത് അനുസരിക്കാതെ ക്രിസ്തുവിന് വിരുദ്ധമായി എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യരുടെ തുല്യമാവും. പൊന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിൽ മരിച്ചു. അത് ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമുള്ളതാക്കിയാൽ ആ വീണില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് നടക്കുന്നതെല്ലാം മണലിന്മേലുള്ള പണികളാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക. കർത്താവിൻ്റെ വരവ് എത്രയും ആസന്നമായിരിക്കും. എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ മാന്യ ശ്രോതാക്കളെയും കർത്താവായ ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.